ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട് ഇന്നാണൊന്ന് സമയം കിട്ടിയത്. കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അങ്ങനെയാണ് വീഡിയോ ഇടാതിരുന്നത്. അങ്ങനെ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ജസ്റ്റ് ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിലൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഡോക്ടർ രാവിലെ വന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഡോക്ടർ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ സമയം ഇനി തിരിച്ച് പാലോട് പോകാൻ 10-12 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സമയം ചിലവഴിക്കാൻ വേണ്ടി പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ക്ലാസ് കിട്ടിയത് വന്നിരിക്കുന്ന സ്ഥലമാണ് അരുവിക്കര ഡാം. അരുവിക്കര ഡാമിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അടിപൊളി ഒരു സ്ഥലമാണ് അരുവിക്കര ഡാം. ഒരുപാട് പേർക്ക് അറിയാം, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലവും കൂടിയാണ് അരുവിക്കര ഡാം. വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട് നല്ല, അതുകൊണ്ട് സംസാരിക്കാൻ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരുവിക്കര ഡാമിലെ വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് തെങ്കാശി പാതയിൽ അഴീക്കോട് നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അരുവിക്കര ഡാമിലേക്ക് എത്താം. അതിവിശാലമായ പാർക്കിങ്ങോടുകൂടിയുള്ള അരുവിക്കര ഡാമിലേക്ക് ഉള്ള പ്രവേശനം രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. പാർക്കിങ്ങോട് ചേർന്ന് നിരവധി കച്ചവടക്കാരുമുണ്ട്. ഉപ്പിലിട്ട മാങ്ങകളും തേൻനെല്ലിക്കയും കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളെല്ലാം വിൽക്കുന്ന ചെറിയ ചെറിയ കടകളാണ് ഉള്ളത്. ഈ കടകളുടെ സൈഡിലായി താഴേക്ക് പോയാൽ കുട്ടികളുടെ പാർക്കുണ്ട്. കുട്ടികളുടെ പാർക്കിൽ നിന്നാൽ നമുക്ക് അതിമനോഹരമായിട്ട് അരുവിക്കര ഡാം കാണാൻ കഴിയും. 1930കളിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. പേപ്പാറ ഡാമിന് സപ്പോർട്ടായിട്ടാണ് അരുവിക്കര ഡാം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 1972 46 അടി ഉയരവും 270 അടി വീതിയിലും 6 ഷട്ടറുകളോടുകൂടി അരുവിക്കര ഡാം നിർമ്മാണം പൂർത്തീകരിച്ചു. ഇവിടെ നിന്ന് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ളം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡാമൊക്കെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തുമ്പം ഇതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ സൈഡിലായിട്ടൊരു വഴിയുണ്ട്, മീൻകടവ്. അപ്പോൾ മീൻകടവിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നമുക്കെന്താ പറയുക, ഇവിടെ നെടുമങ്ങാടൊക്കെ വരണമെങ്കിൽ അത്യാവശ്യം ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് വീഡിയോ ഉണ്ട് ഇതിൻ്റെ. ഞാൻ ജസ്റ്റ് വലിയൊരു ഓർമ്മ പുതുക്കലും കൂടി. നമ്മൾ ഒരുപാട് ദിവസങ്ങളിൽ ക്ലാസ് കെട്ടിയതൊക്കെ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് തോന്നി അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ദിവസം അരുവിക്കര ഡാമിൻ്റെ കുറച്ചിപ്പുറത്ത് വെള്ളനാടൊക്കെ പോകുന്ന പാലമാണ് മേളിലുള്ളത്. വെള്ളം വണ്ടി പോകുന്ന പാലമാണ് മേളിലുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഉള്ളത്. താഴെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ടായിട്ട് ഞാൻ മേളിലേക്ക് കയറി. ഇതാണ് നമ്മളെ വെള്ളനാട് പോകുന്ന റൂട്ടാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനൊരു വഴിയുണ്ട്. നമ്മൾ നല്ലൊരു സ്പോട്ടാണിത്. ഒരു പാറ തുറന്ന് അതിനകത്തൂടെ നമുക്ക് കുറേ ഇങ്ങനെ നടന്നു പോകാം. പാറ തുറന്നൊരു വഴിയാണ്. അതിനകത്തൂടെ ഇങ്ങനെ നമുക്ക് കുറേ നടന്ന് അപ്പുറത്ത് പോകാം. ഇപ്പോൾ മഴ പെയ്തിടക്കം കൊണ്ട് ചെളിയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അകത്തോട്ട് പോകുന്നില്ല. ഉള്ളിൽ ചെളിയൊക്കെ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു 2 സൈഡിലെ പാറ തുറന്നിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണത്. വഴി അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, അരുവിക്കര പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ ഒരു കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്തോട്ട്. അപ്പോൾ ഇതാണ് അരുവിക്കരയിലെ കാഴ്ചകൾ. ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. പണ്ട് എനിക്കൊന്ന് ഡാമിന് ആവശ്യത്തിന് വേണ്ടി പൊട്ടിച്ച് കല്ലുകളാണ് തോന്നുന്നത്. ഡാമിൻ്റെ ഓപ്പോസിറ്റിലുള്ള ക്ഷേത്രത്തിനകത്തൂടെ കയറി വരുമ്പോഴാണ് ഈ സ്ഥലമൊക്കെ കാണാം. 2 സൈഡിലും നല്ല പാറയാണ്. പാറ തുറന്ന് ഉണ്ടാക്കിയ ഒരു വഴിയാണത്. ഈ ഡാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി പാറ പണ്ട് പൊട്ടിച്ചതൊക്കെയാണ്. പിന്നെ അങ്ങനൊരു വഴിയായി മാറി. കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് മാത്രമേ ഒരു പോരായ്മയായിട്ടുള്ളൂ. ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വേസ്റ്റ്. ഓക്കെ, അവിടെ നിന്ന് വരെ വേസ്റ്റും കാര്യങ്ങളെല്ലാം.
അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അരുവിക്കരത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. എന്തായാലും നെടുമാടൊക്കെ വരുമ്പം സമയം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കണം, അടിപൊളിയാണ്. അരുവിക്കരത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.